ഒമ്പതാമത് R&D 4x4 സമ്മർ ചലഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള നിരവധി മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാത്തരം ഓഫ് റോഡ് വാഹനങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ ആ ഒരു വിശേഷങ്ങളും അല്ലെങ്കിൽ ഓരോ വാഹനങ്ങളും ഏതൊക്കെ സ്റ്റേജിലൂടെ എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണാം. കോട്ടയത്തിനടുത്ത് വെള്ളൂർ അങ്ങാടി വയലിലായിരുന്നു ഇത് സംഘടിപ്പിച്ചത്. R&D 4x4 അഡ്വഞ്ചർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ട്രാക്കുകൾ നിർമ്മിച്ചതും. രാവിലെ കോട്ടയം SP MB ദിനേശ് ഫ്ലാഗ് ഓഫ് ചെയ്തതോടെ ഡ്രൈവ് ആരംഭിച്ചു. നാല് സ്റ്റേജുകളായിരുന്നു, ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചതും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഇത് സംഘടിപ്പിച്ചത്. റോൾ കേജ്, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് ഇവയെല്ലാം നിർബന്ധമാക്കിയിരുന്നു. ആദ്യ സ്റ്റേജ് തന്നെ വ്യത്യസ്തമായതായിരുന്നു. ടേണും അപ്ഹിലും ആർട്ടിക്കുലേഷനും ഉള്ള സ്റ്റേജ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവർക്കായിരുന്നു സമ്മാനം. എന്നാൽ മൈനസ് പോയിന്റുകളും കണക്കാക്കിയിരുന്നു. ജീപ്പ്, ജിപ്സി, താർ തുടങ്ങിയ എല്ലാ 4x4 വാഹനങ്ങളും ഇതിൽ പങ്കെടുത്തു. പെട്രോൾ, ഡീസൽ, SUV എന്നിങ്ങനെ 3 ക്ലാസുകളായി തിരിച്ചിരുന്നു. പുതിയ ആൾക്കാരും പരിചയസമ്പന്നരും എല്ലാം ഉണ്ടായിരുന്നു. ആദ്യ സ്റ്റേജിൽ ചില വാഹനങ്ങൾ കയറാൻ പണിപ്പെടുന്നു, മറ്റു ചിലർ അനായാസമായി കയറിപ്പോയി.
പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ചില വാഹനങ്ങൾ കയറിപ്പോയത്. ഈ പരിപാടിയെക്കുറിച്ച് സാം കുര്യൻ. R&T 4x4 സമ്മർ ചലഞ്ച് 9th ആനുവലാണ് ഈ പ്രാവശ്യം ഇവിടെ വെച്ച് നടന്നത്. ഈ ട്രെയിനിങ് സെൻറ്ററിൽ ഇത് രണ്ടാമത്തെ ഇവൻ്റ്. ഈ പ്രാവശ്യം ബേസിക്കലി 4 ട്രാക്സ് ആയിരുന്നു. 4 ട്രാക്കും വ്യത്യസ്തമുള്ളതായിരുന്നു. മഡ് മാഫിയ, റാറ്റ് ട്രാപ്പ്, ടോട്ടൈസ് ക്ലൈംബ് ആൻഡ് കങ്കാറു ജംപ്. ഈ പ്രാവശ്യം പാർട്ടിസിപ്പൻസ് അഗെയിൻ ഫ്രം ഓൾ അക്രോസ് കേരള, ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നു. ചില വാഹനങ്ങൾ ഓഫ് റോഡിങ്ങിന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു, ചിലത് സ്റ്റോക്ക് വാഹനവും. ഈ ട്രാക്കുകളിൽ ഡ്രൈവർമാരുടെ കഴിവുകൾക്കായിരുന്നു പ്രാധാന്യം. ചിലരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതും കാണാം. ഓരോ സ്റ്റേജുകളിലും മത്സരം ഒരേ സമയം തന്നെ നടത്തി സമയലാഭമുണ്ടാക്കി. ചില വാഹനങ്ങൾ മറിയുമോ എന്ന് വരെ തോന്നുന്ന സന്ദർഭവും ഉണ്ടായി. ഒരേ ട്രാക്കിൽ തന്നെ പല തരത്തിലാണ് വാഹനങ്ങൾ കയറിപ്പോകുന്നത്. ചില വാഹനങ്ങൾ മറിഞ്ഞുവെങ്കിലും സുരക്ഷാ സവിശേഷതകളുള്ളതിനാൽ യാതൊരുവിധ പരിക്കുകളുമില്ലാതെ ഡ്രൈവർമാർ വാഹനം ഓടിച്ച് ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഈ പ്രാവശ്യത്തെ ട്രാക്ക് ഇൻഫാക്ട് ഡിസൈൻ ചെയ്ത് ബേസിക്കലി ഇതൊരു ഓഫ് റോഡ് ട്രാക്കാണല്ലോ. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളുള്ള ഓഫ് റോഡ് റേസിന് പോകുമ്പോഴത്തേക്കിന് യൂഷ്വലി നടക്കുന്ന ഒരു നിരപ്പായ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ശകലം കുഴി, കൂടുതൽ ചെളി, ഫ്ലാറ്റ് സർഫസ് ആയിരുന്നു. ഇവിടുത്തെ ട്രാക്കിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ എല്ലാം അതുപോലത്തെ സ്റ്റീപ്പ് ക്ലൈംസും അതുപോലെ ഡൗൺ ഹില്ലുമാണ്. സോ വണ്ടി അതുപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം, ടയേഴ്സ് അതിന് വേണ്ടി ഉള്ളതായിരിക്കണം, ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഈ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ഇറ്റ് വാസ് റിയലി ടഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന എല്ലാ പാർട്ടിസിപ്പൻസും ദേ റിയലി എൻജോയ്ഡ് ദ ട്രാക്ക് ആൻഡ് ഇറ്റ് വാസ് റിയലി ടഫ്. ഈ 4 ട്രാക്കും വ്യത്യസ്തമാണ്. റാറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എലിപ്പട്ടി, അതിൻ്റെ ഒരു മീനിങ് ഇല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പം ഏതെങ്കിലും ഒരു സൈഡിൽ അത് കുടുങ്ങും. അത് മുന്നേറി പോകണമെങ്കിൽ യു ഷുഡ് ഹാവ് ദി റൈറ്റ് 4x4 എക്യുപ്മെൻറ്റ്സ്. അതുകൊണ്ട് അങ്ങനെയുള്ള വണ്ടികൾക്ക് ഇറ്റ് വാസ് ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് അത് ക്ലൈംബ് ചെയ്തു. ആൻഡ് ഇപ്രാവശ്യത്തെ വൺ മോർ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഓഫ് ഓടിക്കുന്നവരും ഈവൻ വെഹിക്കിൾസ് അത് 100% മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ റോൾ കേജ് ആണ്. ഇപ്പം അറിയാം എല്ലായിടത്തും ഓൾ അക്രോസ് കേരള ആൻഡ് ഔട്ട്സൈഡ് കേരള ഒത്തിരി ഇവൻ നടക്കുന്നുണ്ട്. ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ചെയ്യാനായിട്ട് ഏത് സമയവും ഏറ്റവും ബെസ്റ്റ് ഡ്രൈവർ ആണെങ്കിലും നടക്കും. സോ റോൾ കേജ്, സീറ്റ് ബെൽറ്റ്സ്, ഹെൽമെറ്റ്സ് മാൻഡേറ്ററി ആക്കി. സോ ഈവൻ ഈ പ്രാവശ്യത്തെ ട്രാക്കിൽ ദേവർ 4 ടോപ്പിൾസ്, പക്ഷേ ആർക്കും ഒന്നും പറ്റിയില്ല, നോട്ട് ഈവൻ എ സ്ക്രാച്ച്, ബിക്കോസ് ഓഫ് ദീസ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്. അവർ ആ വണ്ടിയെ ഘടിപ്പിച്ചേക്കുന്നുണ്ട്. വാഹനങ്ങളുടെ സ്വഭാവമനുസരിച്ച് മത്സരത്തെ തരംതിരിച്ചിരുന്നുവെങ്കിലും ഒരേ ആളുകൾ വ്യത്യസ്ത കാറ്റഗറിയിൽ മത്സരിക്കുന്നതും കാണാമായിരുന്നു.
ചില ജിപ്സികൾ വളരെ കഷ്ടപ്പെട്ടാണ് സ്റ്റേജുകളിലൂടെ കടന്നുപോയത്. ട്രാക്കിന് വെളിയിൽ പോകുന്ന അവസ്ഥയുമുണ്ടായി. പിന്നീട് മാർഷൽസിന്റെ സഹായത്തിലാണ് ഈ വാഹനങ്ങൾ കയറിപ്പോയത്. ചില വാഹനങ്ങൾ ട്രാക്ക് മതിയാക്കി തിരിച്ചു പോകുന്നതും കാണാമായിരുന്നു. ജിപ്സിയെ കൂടാതെ ചില ജീപ്പുകളും ട്രാക്കിൽ വീൽ സ്പിൻ ചെയ്ത് കയറിപ്പോയി. ചിലത് ട്രാക്കുകൾ മോശമാക്കുകയും ചെയ്തു. പലതവണയും പലതരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തിയാണ് ഓരോ സ്റ്റേജുകളിലും ഓരോ വാഹനങ്ങളും കയറിപ്പോയത്. ഡ്രൈവർക്കു മാത്രമല്ല കോ ഡ്രൈവർക്കും ഇതിൽ ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് തെളിയിക്കുന്ന സ്റ്റേജായിരുന്നു നാലാമത്തേത്. ഒരു വലിയ കുഴിയിലേക്കിറങ്ങി ചെളിയിലൂടെ കുത്തനെ കയറുന്നു.
ഏത് തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും കയറുവാൻ കഴിയുന്ന ഒരു സ്റ്റേജായിരുന്നു ഇത്. പകുതിയിലേറെയും മറ്റു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ കയറി. ചിലത് പണിപ്പെട്ടു. അത്തരത്തിൽ പലരും പല സമയങ്ങളെടുത്ത് കയറിപ്പോയി. ചില വാഹനങ്ങൾ ടൈം ഔട്ടായി. അങ്ങനെ എല്ലാത്തരം വാഹനങ്ങളും ഇതിൽ പങ്കെടുത്തു. അത്തരത്തിൽ സമ്മർ ചലഞ്ചിന് പരിസമാപ്തിയായി. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഓഫ് റോഡ് ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി തിങ്. ലോട്ട് ഓഫ് സപ്പോർട്ട് ഇസ് റിക്വയർഡ്. ഈവൻ നമ്മുടെ ഓൺ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും, മൈ ബ്രദേഴ്സ് ജോർജ് ആൻഡ് കുര്യൻ, മൈ ഫ്രണ്ട്സ് ആനന്ദ് മഞ്ഞൂർ ആൻഡ് എസ്പെഷ്യലി, ദേ ഓൾ വെയർ ദെയർ. ഈ ട്രാക്ക് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ you have to make it tough, and it is all made in this 15-acre property. This is my off-road training center. I give training for people who want to learn off-roading. That's മാത്രമല്ല, also എനിക്ക് വേറൊരു മറ്റൊരു കാര്യം പറഞ്ഞാൽ, expense in doing such an event is also very high. I am very grateful to all my sponsors who contributed, especially Ironman, Code 6 and Hurricane based in Kottayam. He also gifted a great Jeep grill, which was excellent, and it was a great event. And also, I would like to say that off-roading, event, it is my 9th year, and I should give my special thanks to Malayala Manorama MMTV Fast Track for supporting, and they have done a great job. പെട്രോൾ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമായത് 13 മിനിറ്റ് 37 സെക്കൻഡ് എടുത്ത ലിബിനായിരുന്നു. ഡീസൽ ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം സൂരജ് തോമസിനായിരുന്നു. 6.12 സെക്കൻഡാണ് ഇദ്ദേഹം എടുത്തത്. ഡീസൽ കാറ്റഗറിയിൽ ആദ്യ റണ്ണറപ്പ് 8 മിനിറ്റ് 18 സെക്കൻഡ് എടുത്ത വിജയ് കുമാറായിരുന്നു. 8 മിനിറ്റ് 20 സെക്കൻഡ് എടുത്ത ഷോൺസി എബ്രഹാമും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com-ലൂടെയും യൂട്യൂബിലൂടെയും ഇത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തയാഴ്ച നിരത്തിലിറങ്ങുന്ന മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.